ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. പാമ്പുകൾക്ക് അർപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനവും വിശേഷപൂർണവുമാണ് ഇത്. വനാന്തര കാടുകൾക്ക് നടുവിൽ ഏകദേശം 30 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ആത്മീയതയും ഭക്തിസാന്ദ്രതയും നിറഞ്ഞ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ദൈവം ശ്രീ നാഗരാജാവും കൂടാതെ വല്ലിയമ്മയും എന്നു അറിയപ്പെടുന്ന സ്ത്രീ പുരോഹിതയാണ് പ്രധാന പൂജകൾ നേതൃത്വം നൽകുന്നത്. നാഗദോഷ പരിഹാരത്തിനും സന്താനപ്രാപ്തിക്കും വേണ്ടിയും ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. തുലാമാസത്തിലെ ആയില്യ മഹോത്സവം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ സൃഷ്ടാവായ പരശുരാമനുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. പരശുരാമൻ തൻ്റെ മഴു കടലിലേക്ക് എറിഞ്ഞ് കേരളം എന്നറിയപ്പെടുന്ന കടലിൽ നിന്ന് കര ഉയർത്തിയെന്നാണ് ഐതിഹ്യം. തുടർന്ന് അദ്ദേഹം ആ ഭൂമി ബ്രാഹ്മണർക്ക് സമ്മാനമായി നൽകി. എന്നാൽ ഉപ്പിൻ്റെ ഉയർന്ന സാന്ദ്രത കാരണം ആ ഭൂമി വാസയോഗ്യമല്ലാതായി. അത് അവരെ സ്ഥലം വിടാൻ പ്രേരിപ്പിച്ചു. ഇതിൽ അതീവ ദുഃഖിതനായ പരശുരാമൻ ശിവനെ പ്രീതിപ്പെടുത്താൻ ഒരു തപസ്സു ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്ന് ശിവൻ നാഗരാജനെ ആരാധിക്കാൻ ഉത്തരവിട്ടു. പരശുരാമൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ നാഗരാജ ഭഗവാൻ ഉപ്പുവെള്ളം നീക്കം ചെയ്ത ഒരു ഭൂമി നൽകി അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് കേരളത്തിൻ്റെ തൻ്റെ നിത്യ സാന്നിധ്യം നൽകി. അങ്ങനെ പരശുരാമൻ്റെ ആഗ്രഹപ്രകാരം നാഗരാജാവ് ആ സ്ഥലത്ത് വസിക്കാനും അവിടുത്തെ നിവാസികളെ അനുഗ്രഹിക്കാനും തീരുമാനിച്ചു. കുട്ടികളില്ലാത്ത വാസുദേവനും ശ്രീദേവിയും എന്ന ബ്രാഹ്മണ ദമ്പതികൾ ഒരു കുഞ്ഞിനു വേണ്ടി ദൃഢനിശ്ചയത്തോടെ ആരാധന നടത്തിയതായി ഐതിഹ്യം പറയുന്നു. ആ സമയത്ത് നാഗരാജാവിൻ്റെ വാസസ്ഥലത്തിന് ചുറ്റുമുള്ള കാട്ടിൽ അപ്രതീക്ഷിതമായി ഒരു തീ പടർന്നു. കാട് കത്തി നശിച്ചു. ജ്വാലയിൽ സർപ്പങ്ങൾ കഠിനമായി കത്തി. ദമ്പതികളായ വാസുദേവനും ശ്രീദേവിയും മുറിവേറ്റ സർപ്പങ്ങളെ പരിചരിച്ചു. തേനും എണ്ണയും ചേർത്ത നെയ്യ് മുറിവുകളിൽ ഒഴിച്ചു ഉരുകിയ ശരീരങ്ങൾ ചന്ദനക്കുഴൽ കൊണ്ട് തണുപ്പിച്ചും അവരെ ആശ്വസിപ്പിച്ചു. സർപ്പങ്ങളെ ആൽമരച്ചുവട്ടിൽ തിരികെ വെച്ചും ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അവർക്ക് താമസിക്കാൻ പുതിയ കുഴികളും നിർമ്മിച്ചു. ദമ്പതികൾ വിപുലമായ പൂജകൾ നടത്തി. നെയ്യ്, പാൽ, പായസം, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, നീര്, വാഴപ്പഴം, പശുവിൻ പാൽ എന്നിവയുടെ മിശ്രിതം ഒരു ആചാരമായി നാഗരാജാവിന് സമർപ്പിച്ചു. നൂറും പാലും എന്നറിയപ്പെടുന്ന മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൽ ഈ ആചാരം ഇപ്പോഴും ആചരിക്കപ്പെടുന്നു. ദമ്പതികളുടെ സ്നേഹത്തിലും കരുതലിലും വളരെ സന്തുഷ്ടനായ നാഗരാജൻ അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ മകനായി അവതാരമെടുത്തും മണ്ണാർശാലയിൽ സ്ഥിരമായി ഒരു സർപ്പരൂപത്തിൽ താമസിക്കുമെന്നും പറഞ്ഞു. ശ്രീദേവി പറഞ്ഞതുപോലെ തന്നെ ഗർഭിണിയായി 5 തലയുള്ള ഒരു സർപ്പക്കുട്ടിക്കും ഒരു മനുഷ്യക്കുട്ടിക്കും ജന്മം നൽകി. 2 കുട്ടികളും ഒരുമിച്ച് വളർന്നു. കാലം കടന്നുപോയപ്പോൾ പുണ്യകുടുംബത്തിൻ്റെ ശാശ്വത സംരക്ഷണത്തിനായി തൻ്റെ ഇളയ സഹോദരനെ വിവാഹം കഴിക്കാൻ നാഗരാജൻ ആവശ്യപ്പെട്ടും അദ്ദേഹം അത് അനുസരിച്ചും. തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയ നാഗരാജൻ ഈ വീട്ടിൽ എന്നേക്കും നിലവറയിൽ താമസിക്കുമെന്ന് അമ്മയെ അറിയിച്ചു. തുടർന്ന് അദ്ദേഹം നിലവറയിലേക്ക് പോയി ആരാധന നടത്തുന്നതിനുള്ള ചില ആചാരങ്ങളും നിയമങ്ങളും നിർദ്ദേശിച്ച ശേഷം അപ്രത്യക്ഷനായി. 5 തലകളുള്ള നാഗരാജാവ് ഇപ്പോഴും വീടിൻ്റെ നിലവറയിൽ വസിക്കുന്നു. നിലവറയിലേക്ക് പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് മാത്രമേ തന്നെ പൂജിക്കാൻ കഴിയൂ എന്നും പുരുഷന്മാർക്ക് ചില ദിവസങ്ങളിൽ മാത്രമേ ആരാധന നടത്താൻ അനുവാദമുള്ളൂ എന്നും നാഗരാജാവ് ചില നിർദ്ദേശങ്ങൾ നൽകി. അമ്മയുടെ കാലശേഷം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ബ്രാഹ്മണ സ്ത്രീക്ക് അമ്മയുടെ പദവി ലഭിക്കുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മണ്ണാറശാല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഒരു സ്ത്രീയാണ് നിർവഹിക്കുന്നത് എന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്.